നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും PSQ 3 ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ 3A ഒരു കമ്മിറ്റ്മെൻ്റാണ്. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ പലപ്പോഴും ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ഡെത്ത് സംഭവിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ കിടന്ന് മരിച്ചുകൂടായിരുന്നോ, എന്തിനാ ഈ ഹോസ്പിറ്റലിൽ വന്ന് മരിക്കുന്നതെന്നൊരു തോന്നൽ അവർക്കും നമുക്കൊക്കെ ഉണ്ടാകാം. സ്വാഭാവിക മരണങ്ങൾക്കപ്പുറം നമ്മുടെ കയ്യബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഇപ്പോൾ സർജിക്കൽ പ്രൊസീജിയർ റിലേറ്റഡ് ടു അനസ്തേഷ്യ ഒക്കെ ആയിട്ട് ഇപ്പോൾ മോർട്ടാലിറ്റി ആൻഡ് മൊബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബ്ലഡ് കമ്പോണൻസും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം വളരെ ശ്രദ്ധയോടെ ആയിരിക്കേണ്ടതുണ്ട്. ഈവൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ പോലും ശ്രദ്ധ അല്പം പാളിയാൽ വളരെയധികം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മോണിറ്റർ കീ ഇൻഡിക്കേറ്റേഴ്സ് ടു ഓവർസീ ദ ക്ലിനിക്കൽ സ്ട്രക്ചറൽ പ്രോസസ് ആൻഡ് ഔട്ട്കംസ്. വളരെ കൃത്യമായി PSQ 3A സേസ് ദാറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഈ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിലും സബ് സ്പെഷ്യാലിറ്റീസിലും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ NABH തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെയും ചില കൃത്യമായ ഇൻഡിക്കേറ്റേഴ്സ് മോണിറ്ററിങ് ടൂൾസ് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ സേഫ്റ്റി, പേഷ്യൻ്റെ സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിനാണ്. വളരെ അധികം ഡോക്യുമെൻറ്റേഷൻ NABH എന്തായാലും നമുക്ക് തരുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ കൂടി ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം എല്ലാ ഡയഗ്നോസിസ് സർവീസസിലും മെഡിക്കേഷൻ മാനേജ്മെൻറ്റിലും നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് സർവീസസിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്താൽ റോങ് ഡിസിഷൻ ഡോക്ടർ എടുക്കാം. അതനുസരിച്ച് പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെൻറ്റ് ഒക്കെ നടക്കാം. പേഷ്യൻ്റ് ആവശ്യമില്ലാത്ത ട്രബിളിൽ ചെന്നെത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്തൊരു ട്രബിളിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, അതിപ്പോൾ സർജിക്കൽ സർവീസസ് ആണെങ്കിലും, ബ്ലഡ് കമ്പോണൻസോ ബ്ലഡിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ സമയത്താണെങ്കിലും, മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് സമയത്താണെങ്കിലും, ഡയഗ്നോസിസ് ഏത് സ്റ്റേജിലും എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒരു മേൽനോട്ടം വഹിക്കപ്പെട്ട് ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനാൽ മോണിറ്റർ ചെയ്യപ്പെട്ട് മാത്രം കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെ ആനുപാതികമായിട്ടൊരു ഗുഡ് പ്രാക്ടീസ് ഡിഫൈൻ ചെയ്യണം. ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ വെച്ചിട്ട് നമുക്ക് NABH പലപ്പോഴും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിനോമിനേറ്ററും ന്യൂമിനേറ്ററും മൾട്ടിപ്ലയറും ഒക്കെ അവിടെ ആവശ്യാനുസരണം തന്നിട്ടുണ്ട്. സോ ആ കൗണ്ടുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേപ്സിൽ NABHൻ്റെ മൊഡ്യൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡേറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് തരുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്താൽ മാത്രം മതി നമ്മൾ. സോ അത് ഗ്രേപ്സിൻ്റെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഗ്രേപ്സിൻ്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ അറിയാമല്ലോ, www.grapes.idmr.com. ആ പോർട്ടലിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സ്മോൾ ഐക്കൺ ഷോർട്ട് കട്ട് പൊസിഷനുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് NABHൻ്റെ മൊഡ്യൂളിലേക്ക് കയറാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഡേറ്റാസും ഓട്ടോമാറ്റിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ മൂന്നാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മോണിറ്റർ കീ ഇൻഡിക്കേറ്റേഴ്സ് ടു ഓവർസീ ദ ക്ലിനിക്കൽ സ്ട്രക്ചേഴ്സ്, പ്രോസസ് ആൻഡ് ഔട്ട്കംസ്.